ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു റിലേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് പോയത് എന്തിനാണ് നിങ്ങൾക്ക് പലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. സോ അങ്ങനെ ഒരു വ്യക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളിപ്പോൾ മനസ്സിലാലോചിക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു റീഡിങ്ങിലേക്ക് കടക്കാവുന്നതാണ്. ഇതൊരു ജനറൽ ആൻഡ് കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ റീഡിംഗ് നിങ്ങളെ തേടിയെത്തുന്നത് ആ ഒരു സമയം തൊട്ടായിരിക്കും ഈ ഒരു റീഡിംഗ് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നത്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും റെസനേറ്റ് ആവണം എന്നില്ല. നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടാരോട് ചോദിച്ചു നോക്കാം, എന്താണ് നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധം? ടാരോ, പ്ലീസ് ഗൈഡ് മീ. റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്, റീഡിംഗ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ടാരോയോട് ചോദിച്ചു നോക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം, എന്തുകൊണ്ടാണ് ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്? നിങ്ങളുടെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും, എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 1, കാർഡ് നമ്പർ 1. അവരെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറയ്ക്കുന്നുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ടോ നോക്കാം. ആൻഡ് ഈ ഒരു ബന്ധത്തിൻ്റെ ശരിക്കുള്ള ട്രൂത്ത് എന്താണ്? ശരിയായിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്? ചില കാര്യങ്ങളുണ്ടാവാം, ചില കാരണങ്ങളുണ്ടാവാം, ചില സത്യങ്ങളുണ്ടാവാം. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. റിയൽ ട്രൂത്ത്, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ റിയൽ ട്രൂത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. കാർഡ് നമ്പർ 3. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പാഠം എന്താണ്? എന്ത് ലെസണാണ് നിങ്ങളിപ്പോൾ ഇവിടെ പഠിക്കേണ്ടതെന്ന് നോക്കാം. കാർഡ് നമ്പർ 4. ആൻഡ് ഈ ഒരു ബന്ധം നിങ്ങളെ അൾട്ടിമേറ്റ്ലി എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോയതെന്ന് നോക്കാം. ഈ ഒരു ബന്ധം നിങ്ങൾ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോയത്? നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഈ ഒരു ബന്ധവുമായി മുന്നോട്ട് പോകുമ്പോൾ സംഭവിച്ചിരുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. കാർഡ് നമ്പർ 5. ഓക്കെ, സോ നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള കണക്ഷനിൽ എന്തുകൊണ്ടാണ് ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതെന്ന് നോക്കാം. സോ 3 ഓഫ് വോൺസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അവർ നിങ്ങളിൽ എന്തെങ്കിലും മറച്ചിട്ടുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ റിയൽ ട്രൂത്ത് എന്താണ്? 3 ഓഫ് കപ്സ്. ഓക്കെ, നിങ്ങൾ എന്ത് ലെസണാണ് പഠിക്കേണ്ടത്? 9 ഓഫ് വോൺസ് ആണ്. ഓക്കെ, ഈ ഒരു കണക്ഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ മുന്നോട്ട് പോയപ്പോൾ എന്താണ് അൾട്ടിമേറ്റ്ലി നിങ്ങൾ പഠിക്കേണ്ടിയിരുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അൾട്ടിമേറ്റ്ലി നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നോക്കാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ആൻഡ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന കാർഡ് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, സോ ഒരു പെൻറ്റക്കിൾ എനർജി, വോൺസ് എനർജി, കപ്പ് എനർജിയാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പുമായിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിനകത്ത് ഏറ്റവും കുറവുള്ളൊരു കാർഡ് കപ്പ് കാർഡ് തന്നെയാണ്. സോ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കപ്പ് കാർഡ്സ് വളരെ കുറവുള്ളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ എന്തെങ്കിലും ടീച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനോ വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആയിരിക്കണം. ഏതായാലും നമുക്കിതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത് ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ നിങ്ങൾ ഒരാൾ വളരെ ടൈറ്റായിട്ടൊരു റിലേഷൻഷിപ്പിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തൊരു രീതിയിൽ നിങ്ങളിപ്പോൾ വളരെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മേ ബി അത് ഫീലിങ്സിൻ്റെ കാര്യത്തിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഫിയേഴ്സ് ആയിരിക്കാം, നിങ്ങളുടെ പഴയ എക്സ്പീരിയൻസുകളോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു കണക്ഷൻ ഇത്രയും ടൈറ്റാക്കി, ഒരിക്കലും നഷ്ടപ്പെടരുതെന്നുള്ള രീതിയിൽ വളരെ ടൈറ്റാക്കി ഈ ഒരു ബന്ധം വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൻ്റെ സ്ഥിരതയിലും അതുപോലെ അത് സെക്യൂർഡ് ആയിട്ടിരിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് എപ്പോഴും ഇമോഷണലി എല്ലാം തുറന്നു പറയാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇമോഷണലി നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റിയിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ഹൃദയത്തെ എപ്പോഴും നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. ഈവൻ ആ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായിട്ടുള്ള ഹേർട്ട്, വേദനകളാണെങ്കിൽ കൂടി നിങ്ങൾ കൂടുതൽ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഓപ്പൺ ആവാത്തിടത്തോളം കാലം അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആവാത്തിടത്തോളം കാലം
നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ ഹൃദയത്തെ കൈമാറാനായിട്ട് അത്രത്തോളം സാധിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ യഥാർത്ഥ ക്യാരക്ടർ പുറത്ത് കാണിക്കുന്ന സമയത്ത് നിങ്ങളെ വീണ്ടും ഹേർട്ട് ആവാൻ ഇടയാകുമോ എന്നുള്ള പേടികളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സമയത്തുണ്ടായിട്ടുണ്ട്. സ്റ്റിൽ ഇപ്പോഴും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇമോഷൻസ് ഉണ്ടാവുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സോ 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡ് അതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഫീലിങ്സ് നിങ്ങൾ പുറത്ത് കാണിക്കാൻ റെഡി ആവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ച് ടൈറ്റ് ആക്കുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നത് എന്തിനാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സോ നിങ്ങളുടെ ലൈഫിൽ ഒരു എക്സ്പാൻഷനാണ്, പുതിയൊരു തലത്തിലേക്ക് ലൈഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണെന്ന് വേണം കരുതാൻ. ഓക്കെ, അതായത് നിങ്ങൾ വിചാരിച്ചിരുന്ന ഒരു റീജിയനുണ്ട്, ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ട്, അതിനും അപ്പുറത്തേക്ക് ലോകമുണ്ട്, അല്ലെങ്കിൽ കാലമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന മേ ബി ഒരു നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് കിടക്കുന്ന സമയത്തായിരിക്കും. സോ അതിനു വേണ്ടി ഒരു നിമിത്തമാകാൻ വന്നൊരു വ്യക്തിയായിരിക്കാം. ഓക്കെ, ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഹേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കംഫർട്ട് സോണിൻ്റെ പുറത്തിറങ്ങി നിങ്ങളായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരിക്കുള്ള പൊട്ടൻഷ്യൽ മനസ്സിലാക്കി തരാൻ വന്നൊരു വ്യക്തി കൂടിയായിരിക്കും ഇത്. ഓക്കെ, ഒരു ഗ്രോത്തിൻ്റെ കാർഡാണ്, ഒരു എക്സ്പ്ലോറേഷൻ്റെ കാർഡാണ്, കൂടുതൽ യാത്രകൾ, മനസ്സിലായോ? അതായത് നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലുള്ളത്. ഓക്കെ, നിങ്ങളതിന് ശേഷമായിരിക്കും നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി മുന്നോട്ട് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം. സോ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിബിലിറ്റീസ് കാണിച്ചു തന്നിട്ടുള്ള, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനെ എൻകറേജ് ചെയ്തൊരു വ്യക്തിയായിരിക്കാം. ഓക്കെ, നിങ്ങൾ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരങ്ങൾ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നതിന് പകരം, എല്ലാം എന്താണെന്നുള്ളൊരു ചോദ്യം മാത്രം നിങ്ങൾ നിലനിൽക്കുന്നതിന് പകരം നിങ്ങൾ മുന്നോട്ട് നടക്കുക, അവിടെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ മുന്നോട്ട് ലൈഫിൽ പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് പല ഉത്തരങ്ങളും കിട്ടുക എന്ന് നിങ്ങളെ മനസ്സിലാക്കിച്ചൊരു വ്യക്തിയായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ മൂവ് ഫോർവേഡ് എന്ന് പറയുന്ന ഒരു ഉത്തരം തരാൻ വേണ്ടി, മുന്നോട്ട് നടക്കുക അല്ലെങ്കിൽ മുന്നോട്ട് പോവുക എന്ന് പറയാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയായിരിക്കാം ഇത്. ഓക്കെ, സോ നിങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി സ്വയം തന്നെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു കാർഡാണ്, അത് ഹാർഡ് വർക്കിൻ്റെ ഒരു കാർഡ് തന്നെയാണ്. ഓക്കെ, ഈ ഒരു വ്യക്തി ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള സീക്രട്ടുകളൊന്നും അല്ല ഹൈഡ് ചെയ്യുന്നത്, സീക്രട്ട് അങ്ങനത്തെ ഒരു കാർഡൊന്നും അല്ല കേട്ടോ ഇത്. സോ ഇത് ശരിക്കും പറയുന്നത് അവരെപ്പോഴും എന്തെങ്കിലും കാര്യം ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. അവരവരുടെ ഫിനാൻസ് ആയിരിക്കാം, ചിലപ്പോൾ അവരെ തന്നെ ഓരോ തവണയും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇമോഷണൽ മെച്യൂരിറ്റി അവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്കും വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അവരുടെ ഗ്രോത്തിൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ കുറേ ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട് അവരൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും നിങ്ങളോട് പറയുന്നുണ്ടായില്ല. ഓക്കെ, അവർക്ക് എന്തെങ്കിലും സ്റ്റേബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻകം, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് വേണം എന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ അവർ നിങ്ങളോട് ഹൈഡ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് മേ ബി അവർ നിങ്ങൾക്ക് ആപ്റ്റ് അല്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നിരിക്കാം അവരുടെ ലൈഫിൽ. ഓക്കെ, അതായത് അവരത്ര പോരാ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവർ ഈ ഹാർഡ് വർക്ക് കൂടുതൽ ചെയ്യുന്നത്. സോ ആ ഒരു ചിന്തകളെക്കുറിച്ചൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, ചില ആൾക്കാർ എപ്പോഴും അവരെ പെർഫെക്റ്റ് ആക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. സോ ആ ഒരു കൈൻഡ് ഓഫ് ആളുകളാണോ ഇതെന്ന് ഒരു ഡൗട്ടുണ്ട്. ബിക്കോസ് അങ്ങനെയുള്ള ഒരു കാർഡ് കൂടിയാണിത് കേട്ടോ. അവരെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാതെ കൂടുതലും അവരെ പെർഫെക്റ്റ് ആക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകളുണ്ടാവും. സോ അവരുടെ ചില കുറവുകളാണ് എല്ലാത്തിൻ്റെയും റീസൺ എന്നൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ അവരിങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കും. ഓക്കെ, ഈ ഒരു കണക്ഷൻ്റെ റിയൽ ട്രൂത്ത് എന്താണെന്ന് നോക്കിയപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇവിടെ ക്യാരി ചെയ്യുന്നത്. ഒരു ഹാപ്പിനെസ്സിൻ്റെ കാർഡ് തന്നെയാണ് അല്ലേ, ഒരു പോസിറ്റീവ് ഇമോഷണൽ എനർജിയാണ്. സോ ഈ ഒരു റിയൽ കണക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു അഫെക്ഷൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ കാർഡ് തന്നെയാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് ഡീപ്പ് ഇമോഷണലായിട്ട് അങ്ങ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവില്ല ഇപ്പോഴും സ്റ്റിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വളരെ നഷ്ടപ്പെടരുത് എന്നുള്ളൊരു ചിന്തയിൽ വളരെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ ഈ ഒരു കണക്ഷൻ ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സന്തോഷവും
ഹീലിങ്ങും ഇമോഷണൽ സപ്പോർട്ടും ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ളൊരു കണക്ഷനാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോഴും ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഈവൻ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരി, നിങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ കോമ്പാറ്റിബിലിറ്റി നല്ല രീതിയിൽ, അതായത് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ആയിരുന്നു. സോ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഓക്കെ, ഒരുപാട് സന്തോഷവും ചിരികളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അപ്രീസിയേഷൻസും ഒക്കെ വരാൻ ചാൻസ് ഉണ്ടായിരുന്നൊരു റിലേഷനാണിത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഇപ്പോൾ അതിനെക്കുറിച്ചുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. നിങ്ങളിവിടെ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത് 9 of Wands ഒരു കാർഡാണ് തന്നിട്ടുള്ളത്. പരിശ്രമിക്കുക എന്ന് പറയുന്നൊരു കാർഡ് കൂടിയാണ് കേട്ടോ. വെയിറ്റിംഗ് എനർജിയാണ്, കുറച്ചുകൂടി പരിശ്രമം. അതായത് നിങ്ങൾ എത്ര ട്രൈ ചെയ്താലും വീണ്ടും 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 ശ്രമിക്കുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഹേർട്ട് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടുതൽ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്കൊരു ബൗണ്ടറി നിങ്ങൾ വെക്കുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു പാസ്റ്റിലുള്ള ഈ ഒരു ഡിസപ്പോയിൻമെൻറ്റ്സ് നിങ്ങളുടെ ഇപ്പോഴത്തെ സന്തോഷത്തെ ഏതെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരിക്കലും അത് ചെയ്യരുതാത്ത കാര്യമാണ്. ഓക്കെ, നിങ്ങളെ വളരെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തോളൂ. കാരണം നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങനെ ആയിരിക്കാം, പ്രൊട്ടക്റ്റ് ചെയ്യാം നിങ്ങളെ. പക്ഷേ നിങ്ങളതിന് ചുറ്റും ഒരു മതിൽ പണിയാണെങ്കിൽ ഒരിക്കലും ഒരാൾക്കുള്ളിലേക്ക് കയറി വരാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്തിനെ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്കൊരു മനഃശക്തിയുണ്ട്, നിങ്ങൾക്കൊരു എത്ര പോരാടിയാലും തളർന്നു പോവാത്തൊരു എനർജിയുണ്ട്, അതിൽ നിങ്ങൾ വിശ്വസിക്കണം. ഓക്കെ, കാരണം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള എക്സ്പീരിയൻസ് മുമ്പ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഓക്കെ, ഈ ഒരു കണക്ഷൻ നിങ്ങളെ ടീച്ച് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ മൊത്തത്തിലൊരു ബാലൻസ് കൊണ്ടുവരണം. എവിടെയൊക്കെ ഓപ്പൺ ആവണം, എവിടെയൊക്കെ ക്ലോസ്ഡ് ആയിട്ട് നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബാലൻസ് നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. മൊത്തത്തിലൊന്ന് അടച്ചു കെട്ടി നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും വേറൊരാൾക്ക് ഇവിടെ എൻട്രി എടുക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ചില സമയങ്ങളിൽ നിങ്ങൾ കുറച്ചൊന്ന് ലൈറ്റായിട്ട് നിൽക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റായിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് ആ ഒരു ബാലൻസ് നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പഠിച്ചാൽ മാത്രം മതി. ആൻഡ് നിങ്ങളെ ഈ ഒരു കണക്ഷൻ അൾട്ടിമേറ്റ്ലി എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് നോക്കിയപ്പോൾ ഇറ്റ്സ് എ പോസിറ്റീവ് കാർഡ്, പറയാതിരിക്കാൻ പറ്റില്ല. ഒരു പ്രോമിസിങ് കാർഡാണെന്ന് തന്നെ പറയാം. അതായത് ഒരു സോളിഡ് ന്യൂ ബിഗിനിങ് ആണെന്ന് പറയാം. അതായത് ശക്തമായിട്ടുള്ള ഒരു അടിത്തറയുള്ള ഒരു ബിഗിനിങ്, ഒരു തുടക്കമാണെന്ന് പറയാം. ഓക്കെ, ഒരു ലോങ് ടേം പൊട്ടൻഷ്യലുള്ള ഒരു സ്റ്റെബിലിറ്റി ഉള്ളൊരു ബന്ധത്തിലേക്ക് പോകാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. ഓക്കെ, ഒരു റിയൽ ആയിട്ടുള്ള, അതായത് നമുക്ക് ആവശ്യമുള്ള ഒരു വാല്യൂ ഉള്ള റിയൽ ആയിട്ടുള്ള ഒരു കാര്യം ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്പേസാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുള്ളത്. സോ ഇതൊരു പോസിറ്റീവ് റീഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സ്റ്റിൽ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസുകൾ കാരണം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഇവിടെയുണ്ട്. ഇമോഷണലി നിങ്ങൾ തമ്മിൽ അത്രയും മാച്ച് അല്ലെങ്കിലും നിങ്ങൾ വാല്യൂസ് പരസ്പരം കൊടുക്കാൻ തയ്യാറാവുന്ന ആൾക്കാരാണ്. പക്ഷേ അത് ടൈറ്റാക്കി വെച്ച് അവസാന ബന്ധം ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. അതിന് പകരം നിങ്ങളുടെ ഒരു ഇമോഷണൽ ഓപ്പൺനെസ് കുറച്ചുകൂടി നിങ്ങൾക്ക് ആളെ വിശ്വസിക്കാനും, അതുപോലെ ആളുകളോട് എവിടെയൊക്കെ എന്തൊക്കെ യെസ് പറയണം, എന്തൊക്കെ നോ പറയണം എന്നുള്ളൊരു ബൗണ്ടറി നിങ്ങൾ കറക്റ്റ് ടൈമിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ റീഡിങ്ങിനിടയ്ക്ക് സൗണ്ടൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്, പനിയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത റീഡിങ്ങുമായിട്ട് കാണാം.